എന്താണ് ഒരു അധ്യാപനം നേരെയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സിംറ്റംസ്? ഒരു വിദ്യാർത്ഥി വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന ആ ദേശീയഗാനം ചൊല്ലി ആ ബെല്ലടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് കുട്ടിയിൽ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ അനുഭവിച്ചതാണ്. നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മൾ കാണുന്നതാണ്. വൈകുന്നേരം ആ ദേശീയഗാനം ചൊല്ലി വീട്ടിലേക്ക് ഓടുന്ന സമയം, ആ ബസ്സിലേക്ക് ഓടുന്ന സമയം, ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല എന്നാണ് നാം പറയുന്നതെങ്കിൽ നാം തിരുത്തപ്പെടേണ്ട ഒരു ട്രഡീഷണൽ ലൈനിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഞാൻ ഇത് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ, അതൊക്കെ സാധ്യമാണോ? അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വെച്ചിരിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾക്കതൊന്ന് ചോദിക്കാൻ മനസ്സ് വരുന്നത്, അപ്പോഴാണ് അതിന് ആൻസർ പറയുമ്പോൾ ആ ആൻസർ പ്രസക്തമാകുന്നത്. തൽക്കാലം ഞാൻ ഈ വിഷയം മുന്നിൽ വെച്ച് സംസാരിക്കുന്നു. ഈ സംസാരം കേവലം ഒരു തിയറി ടോക്കിംഗ് മാത്രമാണ്. അത് പ്രായോഗികമാകുന്നത് നമ്മുടെ ചിന്തയെ ഇങ്ങനൊരു വിദ്യാഭ്യാസ പ്രക്രിയക്ക് സാധ്യതയുണ്ട് എന്നിടത്തേക്ക് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് അതിന് തുടക്കമുണ്ടാകുന്നത്. കാരണം വിദ്യാഭ്യാസ പ്രക്രിയ എന്നത് പലപ്പോഴും തിയറിവൽക്കരിക്കപ്പെടുന്ന സമയത്ത് ചില ഡൈവേർഷനുകൾ സംഭവിക്കുന്നുണ്ട്. ഏതുപോലെ? ഞാൻ എൻ്റെ ബഹുമാന്യരായ സദസ്യരോട് പറയുന്നു, നമ്മളെല്ലാവരും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ ഒന്ന് കാണണം. എന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ ശ്വസനദ്വാരത്തിലൂടെ ഇത്ര സെക്കൻഡ് ദൈർഘ്യത്തിൽ ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര അളവിൽ നിങ്ങൾ വായു പുറത്തേക്ക് കളയണം. ഇത്ര സമയം, ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ഇത്ര ദൈർഘ്യത്തിൽ, ഇത്ര സമയ ദൈർഘ്യത്തിൽ നിങ്ങൾ ഇത്ര അളവിൽ വായു ഉള്ളിലേക്ക് എടുക്കണം. അവിടെ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ കരുതും, സുബ്ഹാനല്ലാഹ്, ഇതൊരു വലിയ പണിയായല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ തിയറിവൽക്കരിച്ച് സംസാരിക്കുമ്പോഴേക്ക് അതൊരു പ്രയാസകരമായ വിഷയമായി മാറി. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ പ്രക്രിയ മോഡലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൽ നിന്ന് തിരിച്ചു കയറി അതിനെ യഥാർത്ഥ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നാം ആവിഷ്കരിക്കേണ്ടതും എന്താണ്? ഒന്നാമതായി, ഇങ്ങനൊരു സാധ്യത വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു വിദ്യാർത്ഥി ആസ്വദിച്ച് ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസം എന്നതും. ഒരു വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് അതുണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ സ്വഭാവമെന്നും തിരിച്ചറിയാനും അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് സാധ്യമാകുന്നത്. ഞാൻ ചെറിയ എൻ്റെ ഒരു ജേണിയെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ പറയാം. ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ സിറാജുൽ ഹുദ എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെട്ട ഒരു ക്യാമ്പസിൽ പഠിച്ചിറങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഞാൻ സിറാജുൽ ഹുദ എന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് സേവനം ചെയ്യുന്നത് 12 വർഷത്തോളം. അതിൽ ഇതുപോലെയുള്ള സ്കൂളിലും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സേവനം ചെയ്യാൻ ഇടമുണ്ടായിരുന്നു. അതിൽ മാനേജിംഗ് തസ്തികയിലും ടീച്ചിങ് തസ്തികയിലും ഒക്കെ സേവനം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ സമയം എന്നെ അലട്ടിയ ഒരു ചിന്താഗതിയായിരുന്നു, പലപ്പോഴും ക്യാമ്പസിൽ വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ സ്ഥാപനത്തിലും നമുക്കറിയാമല്ലോ സ്ട്രെങ്ത് എത്രയാണ്. ഇത്രയും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അവർ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് അവരനുഭവിക്കുന്ന എക്സ്പീരിയൻസ് അത് പ്രയാസകരമായ എക്സ്പീരിയൻസ് ആയി മാറുന്നത് എന്തുകൊണ്ട്?
ന്യൂനാൽ ന്യൂനപക്ഷം മാത്രമേ സ്കൂളിലേക്ക് പോകുമ്പോൾ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുള്ളൂ എന്നൊരു തോന്നൽ ഞാൻ ഈ എൻ്റെ പ്രവർത്തന കാലയളവ് വിലയിരുത്തിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. രണ്ടാമതെന്നെ ഈ ജേണിയിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം, നിരവധി ഒരു സ്ഥാപനത്തിലെ പ്രധാന പുള്ളികളായി അല്ലെങ്കിൽ പ്രധാന പ്രശ്നക്കാരായി പരിഗണിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികളെ പലപ്പോഴായി ഡീൽ ചെയ്യാൻ നിർബന്ധിതനായ ഘട്ടം. അപ്പോഴെല്ലാം എന്നെ ഞെട്ടിച്ചത് ഒരു സ്ഥാപനത്തിലെ വലിയ പ്രശ്നക്കാരായി ഗണിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ യഥാർത്ഥ സ്ഥിതി മറ്റൊന്നാണ്. ഞാനൊരു 3 സംഭവങ്ങൾ പറയാം. ഒന്ന്, ഒരു ദിവസം ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻചാർജ് ഉള്ളൊരു സമയം, ഞാൻ എങ്ങനെ സ്കൂൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി പുറത്തു നിൽക്കുന്നു. ആ കുട്ടി ആ സ്കൂളിലെ എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ്. എല്ലാവർക്കും അറിയാനുള്ള കാരണം, ആ ക്യാമ്പസിലും അടുത്ത ക്യാമ്പസിലും ഏത് പ്രധാന പ്രശ്നങ്ങളോ കലഹങ്ങളോ നടന്നാൽ അതിൻ്റെ കീ പൊസിഷനിൽ ഈ ആളുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇവൻ പുറത്തു നിർത്തിയപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടപ്പെട്ട സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തോട് ഞാൻ കുട്ടിയെക്കുറിച്ച് ചോദിച്ചു, എന്തിനാണ് പുറത്തു നിർത്തിയത്, എന്തായിരുന്നു കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സാധാരണ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, അകത്തിരുത്താൻ വല്ല വഴിയുണ്ടോ? എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ കഷ്ടപ്പെടണ്ട, വെറുതെ പ്രയാസപ്പെടണ്ട, ഒരു ഉപകാരം ഉണ്ടാവില്ല. രണ്ടാമത് അടുത്ത എന്റെ ചോദ്യം, ഞാൻ ഇടപെട്ട് ക്ലാസ്സിൽ ഇരുത്തിയാൽ അതൊരു പ്രയാസാവോ? അതില്ല, സന്തോഷമാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്നൊന്ന് ഉള്ളിൽ ഇരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹം ക്ലാസ്സിൽ ഇരുത്തി. പക്ഷെ തൊട്ടടുത്ത ദിവസം 2 ദിവസം തുടർച്ചയായി സാധാരണ എനിക്ക് റൗണ്ട് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ യാദൃശികമായി റൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അടുത്ത ദിവസവും ഇതേ ക്ലാസ്സിൽ ഈ കുട്ടി പുറത്ത് തന്നെ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് വളരെ നോർമലായി ചോദിച്ചു, ഇന്നലെ നിനക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു, ഇന്ന് നീ എനിക്കതിന് പ്രതിഫലവും തന്നൂലേ? വളരെ നോർമലായി ഞാൻ ചോദിച്ചു. കാരണം ഇവനെ തല്ലുക എന്നത് അതൊരു അഭികാമ്യമല്ല, പ്രാക്ടിക്കബിൾ അല്ല. കാരണം വല്ല കാരണവശാലും തിരിച്ചു കിട്ടിയാൽ വഷളാവും. അതുകൊണ്ട് ആ അധ്യായം ഒരിക്കലും അവിടെ വിജയകരമല്ല. അപ്പൊ ഞാൻ നല്ല നോർമലായി മാത്രം അത് ചോദിച്ച് തിരിച്ചു പോകുന്നു. ഞാൻ എന്റെ ക്യാബിനിലെത്തിയപ്പോ കക്ഷി പുറത്ത്. ആള് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീല് കണ്ടിട്ട്, കാരണം കറുത്ത ഗ്ലാസ്സാണ്. പുറത്തു നിന്ന് നീല് കണ്ടിട്ട് ബെല്ലടിച്ചപ്പോൾ ആൾ ഉള്ളിൽ വന്നു. ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമായിരുന്നു. ആ സ്കൂളിലെ ആർക്കും അത് അത്ഭുതം തന്നെയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെ നോവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്റെ പിതാവ് സ്ഥിരമായി മദ്യപിക്കുന്നൊരു മദ്യപാനിയാണ്. ഞാൻ രാവിലെ സ്കൂളിൽ എത്തണമെങ്കിൽ എന്റെ മാതാവിന് പ്രാതൽ തയ്യാറാക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒക്കെ കൂടെ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ലൈൻ ബസ് എനിക്ക് മിസ്സാകും. പിന്നെ ഞാൻ പലരുടെയും ഔദാര്യത്തിലാണ് സ്കൂളിൽ എത്തുന്നത്. അപ്പോ ഈ അധ്യാപകരുടെയൊക്കെ ഈ ആട്ടും തുപ്പും അത് സാരില്ല ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളിലും പ്രതിയായി പിടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീ എന്തിനാ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ടൗണിൽ കുഴപ്പമുണ്ടാക്കിയാൽ, മറ്റ് ക്യാമ്പസിൽ പോയി കുഴപ്പമുണ്ടാക്കിയാൽ ഇവിടെ ഒക്കെ നീ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ 1-2 സെക്കൻഡുകൾ അദ്ദേഹം നിശബ്ദമായതിനു ശേഷം എന്നോട് ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കുവോ? ഞാൻ പറഞ്ഞു, കേൾക്കാം. അദ്ദേഹം സംസാരിച്ചു. ഓരോ പ്രശ്നവും എടുത്ത് അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചു. എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം നിരപരാധിയാണ് എന്നത് സത്യമായിരുന്നു. അത് കേവലം വാക്കുകളായിരുന്നില്ല. പലയിടത്തും പ്രതിയായത് മറ്റു പല വിദ്യാർത്ഥികളും രക്ഷപ്പെട്ടോട്ടെ, ഞാൻ എന്തായാലും ലൈഫിൽ ഇങ്ങനെയാണ്, മറ്റു പലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പലയിടത്തും പ്രതിയാകുന്നത്.
40% പ്രതിയായത് അധ്യാപകരുടെ മുൻധാരണയും അധ്യാപകരുടെ പലപ്പോഴുള്ള വ്യക്തിവിരോധവുമാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ട സമയം ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അല്പം ബ്ലോക്ക് ആയിപ്പോയി. കാരണം എല്ലാവരുടെ ഇടയിലും കുപ്രസിദ്ധി നേടിയ ഒരാളെ സംരക്ഷിക്കുന്ന ഒരാളായി മാറും ഞാൻ ഈ സത്യം അംഗീകരിച്ചാൽ. ഈ സത്യത്തിനെതിരെ കണ്ണടച്ചാൽ ഞാനൊരു മനുഷ്യൻ എന്നതിൽ നിന്ന് ഞാൻ വല്ലാതെ അകന്നു പോകും. ഇനി എന്ത് ചെയ്യണം? ഞാൻ ആ വിദ്യാർത്ഥിയോട് സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് ഏത് സമയവും എന്നെ സമീപിക്കാം. ഈ ഓഫർ മാത്രമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ പറ്റിയത്. പക്ഷെ എനിക്ക് കിട്ടിയ നേട്ടം, ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും 6 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിച്ച് ആ ക്യാമ്പസിനെ ഒരു ഭംഗിയുള്ള അടക്കവും ഒതുക്കവുമുള്ള ക്യാമ്പസ് ആക്കാൻ എനിക്ക് സാധിച്ചു ഈ ഒറ്റ വ്യക്തി കാരണം. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയിലെ അറിയപ്പെട്ട ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ആ ഉന്നതങ്ങളിൽ എത്താൻ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ ഒരു വാക്ക്. എനിക്ക് ചിലവുകളൊന്നുമില്ല, അധ്വാനങ്ങളൊന്നുമില്ല. എനിക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ പറ്റി. ക്യാമ്പസിന്റെ അന്തർധാര ഒഴുക്കെന്താണ് എന്നും എന്താണ് അതിന്റെ യഥാർത്ഥ പരിഹാരമെന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് അവിടെ നിന്നായിരുന്നു. ഇനി ഞാൻ രണ്ടാമത്തൊരു എക്സ്പീരിയൻസ് പറയാം. ഒരു ദിവസം രാവിലെ ഒരു 9 മണി സമയം ഞാൻ നാസ കഴിക്കാനാകുന്ന സമയത്ത് എന്റെ ക്യാമ്പസിനോട് ചേർന്നുള്ള 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന മറ്റൊരു ക്യാമ്പസ്, ആ ക്യാമ്പസിലെ പ്രധാന ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അദ്ദേഹം എന്നെക്കാൾ ദീർഘകാലം പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാസ കഴിക്കാൻ ഞാനുണ്ട്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എന്തായിരുന്നു കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ക്ലാസ് ആരംഭിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ടീച്ചർ, 5ാം ക്ലാസ് ഇൻചാർജുള്ള ഒരു ടീച്ചർ എന്റെ ക്യാബിനിലേക്ക് വന്നു. ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ വാവിട്ട് പൊട്ടിക്കരഞ്ഞു. എന്തായിരുന്നു ഇഷ്യൂ? ടീച്ചർ പറയാണ്, ഞാൻ രാവിലെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോ കുട്ടികൾ ചിലർ ഹോംവർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയാൽ പരിഹാരം കാണുമെന്ന അർത്ഥത്തിൽ അവരോട് ഞാൻ പറഞ്ഞു, നാളെ വരുമ്പോ ചെയ്യാതെ വന്നാൽ ഞാൻ ചൂരൽ കൊണ്ടുവരും. അപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കുട്ടി ഈ ടീച്ചറോട് ചോദിച്ചു, 5 രൂപ കൊടുത്താൽ എനിക്കും കിട്ടൂലേ ആ ചൂരല് എന്ന്. അർത്ഥം മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. ടീച്ചർ സ്തബ്ധയായി. ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് നിലവിട്ട ടീച്ചർ കൊണ്ടുപോയിരുന്ന പഠനോപകരണങ്ങളെല്ലാം കയ്യിലെടുത്തു. തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇനി ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നില്ല, ഞാൻ പോവുകയാണ്. ടീച്ചർ കരുതി കുട്ടികൾ ആകെ ഒന്ന് അങ്കലാപ്പിലാകും. ഈ നിന്ന കുട്ടിയുടെ കൂടെ 2 കുട്ടികൾ എക്സ്ട്രാ എഴുന്നേറ്റ് നിന്നു. അവർ ടീച്ചറെ വിഷ് ചെയ്തു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ടീച്ചർ പോയിട്ട് നന്നായിട്ട് വാന്ന് പറഞ്ഞു. ഇതോടുകൂടെ ഇനി ആ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെല്ലുക എന്നത് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായി മാറി. ഇനി പ്രിൻസിപ്പാളുടെ ക്യാബിനിലേക്ക് ചെന്ന് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ സ്വാഭാവികമായും ആ പ്രിൻസിപ്പാളുടെ പ്രകൃതം ടീച്ചർക്ക് അറിയാം. പ്രിൻസിപ്പാൾ ചോദിക്കും, ആ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ ദിശ നിർണയിക്കാൻ, ഡയറക്ഷൻ നൽകാൻ ടീച്ചർക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ നിന്നായിരുന്നു B.Ed കംപ്ലീറ്റ് ചെയ്തതെന്ന് ആ പ്രിൻസിപ്പാൾ സ്വാഭാവികമായും ചോദിക്കും. ഇനി എന്ത് ചെയ്യും? ഇച്ചിരി സോഫ്റ്റ് കോർണർ ഇവിടെ ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കരയുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തുടക്കക്കാരനായിരുന്നു. എന്റെ കയ്യിൽ പ്രത്യേകമായ ഒരു ഐഡിയയും ഇല്ല. ആകെയുള്ളത് എനിക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് എന്റെ ബഹുമാന്യനായ ഗുരുനാഥൻ എന്നെ സ്പെഷ്യലായി പോസ്റ്റ് ചെയ്തതാണ്. എന്റെ നിലവിലുള്ള പോസ്റ്റ് എന്നതുമാണ് എന്റെ ഇമേജ്. അതുകൊണ്ട് എനിക്കെന്തോ കഴിയുമെന്ന തോന്നലാണ്. പക്ഷേ ഇതൊരവസരമായി ഞാനും ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഐഡിയയും ഇല്ല, ഇതാണ് സത്യം. പക്ഷേ ഞാൻ സന്നദ്ധമാണ് നിങ്ങൾ പറയുന്നത് പോലെ സേവനം ചെയ്യാൻ. എന്റെ ക്യാമ്പസും അല്ല, എനിക്ക് ഇൻചാർജ് ഇല്ല. പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്.
അത് 2 ആഴ്ച ഞാൻ ആ ക്ലാസ്സിൽ ഒരു പീരീഡ് വരാം. ഒരു പീരീഡ് 2 ആഴ്ച ഞാൻ വരാം. ആ 2 ആഴ്ചയിൽ ആ ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സും ഏത് ഡീലിംഗ് നടത്തുകയാണെങ്കിൽ എനിക്കും കൂടി ഇൻഫർമേഷൻ തരണം. ഓക്കെ, സമ്മതിച്ചു. കാരണം ഇപ്പോൾ നിലവിൽ 2 അധ്യാപകർ അവിടെ നിന്ന് ഈ ക്ലാസ്സിന് ഭയപ്പെട്ട് മറ്റു പല കാരണങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലാവരും സമ്മതിക്കും, എല്ലാവരുടെയും ആവശ്യമാണ്. ഞാൻ 2 ആഴ്ച ആ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്തു. 2 ആഴ്ചയാകുമ്പോഴേക്ക് പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവസാനിച്ചു. എല്ലാവരും പൊട്ടിത്തെറിയാണ് എന്ന് പറഞ്ഞ 5ാം ക്ലാസ്സുകാരായ 30-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അവർ സൈലന്റായി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, ചക്കട്ടൊപ്പം മുയലിന് കിട്ടി എന്ന മട്ടിൽ മാത്രമുള്ള ഒരു നേട്ടമായിരുന്നു അത്. ഇവിടെ എന്ത് സംഭവിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് ഒട്ടും വിവരമില്ല, എനിക്ക് തന്നെ ഐഡിയ ഇല്ലായിരുന്നു. ഇത് എൻ്റെ 2ാമത്തെ എക്സ്പീരിയൻസ്. 3ാമത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ജേർണിയും നമ്മുടെ ഈ വിഷയത്തിലെ നമ്മുടെ അവയർനെസ് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ റൂട്ടിൽ സംസാരിക്കുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ SSLC മോഡൽ എക്സാം നടക്കുന്ന സമയത്ത് എൻ്റെ ഹാപ്പി സോൺ ടീം ട്രെയിനിങ്ങിൽ വന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഗവൺമെന്റ് അധ്യാപകനാണ്, എയ്ഡഡ് അല്ല, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം അതിന് തൊട്ടു മുമ്പത്തെ വർഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ എപ്പോഴും ഗവൺമെന്റ് കേസും കുലുമാലുകളും ഒക്കെ നിരന്തരം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ജോലിയിൽ സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് അതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു തീരദേശ പ്രദേശത്തെ SSLC സ്കൂളായിരുന്നു കിട്ടിയത്. അദ്ദേഹം ഈ ട്രാൻസ്ഫർ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് ഡിവിഷൻ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും മോശം ഡിവിഷൻ കിട്ടുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ സബ്ജക്ട് മാത്തമാറ്റിക്സും ആണ്. ഇവിടെ അടുത്തുള്ളൊരു ഉസ്താദ് പറഞ്ഞിരുന്നു, വളവും ആകുക കയറ്റവും ആകുക, അപ്പൊ പിന്നെ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഭംഗിയായി വിജയിച്ചു. പക്ഷെ ആ വർഷാവസാനമാകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ വിഷയത്തിലും ഞാൻ വിജയിച്ചു. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് റൂമിൽ പോകുന്നത് വടിയായിട്ടാണ്, ഞാൻ ഇന്ന് വരെ വടി കൊണ്ടുപോയിട്ടില്ല. എല്ലാ സബ്ജക്റ്റിലും ഭൂരിഭാഗം വിദ്യാർത്ഥികളും പരാജയപ്പെടാറുള്ളത് എന്റെ ക്ലാസ്സിലെ കുട്ടികൾ താരതമ്യേന മാർക്ക് കൂടുതലാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിഷയം മാത്തമാറ്റിക്സും ആണ്. പക്ഷെ ഒരു കേസിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു. ഒരു കുട്ടി, ആ കുട്ടി സ്ഥിരമായി പലപ്പോഴായി പോലീസ് കേസിൽ പിടിക്കപ്പെടാറുള്ള കുട്ടിയാണ്. ആ കുട്ടി ലഹരിയുടെ കരിയറായി പലപ്പോഴായി പിടിക്കപ്പെടുന്നുണ്ട്. മോഷണ കേസിൽ പോലീസ് കേസിൽ പിടിക്കപ്പെടാറുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളിൽ പിതാവ് ബസ് കണ്ടക്ടറാണ്, സ്ഥിരമായി മദ്യപാനിയുമാണ്. ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ആ രക്ഷിതാക്കളെ ഒരു തവണ ബന്ധപ്പെട്ടപ്പോൾ അവർ ഹാപ്പി സോണിന്റെ ട്രെയിനിങ് സെന്ററിൽ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹാപ്പി സോണിന്റെ ട്രെയിനിങ്ങുകളിലെ ഒരു മേജർ മാസ്റ്റർ പീസ് ട്രെയിനിങ് ആണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്, ഷോർട്ട് ലെറ്റ് എന്ന് പറയും. അപ്പോ അതിലേക്ക് ഈ രക്ഷിതാവിനെ വിളിച്ചു. രക്ഷിതാവ് വന്ന സമയത്ത് തുടക്കം ഈ വിവരണങ്ങളെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാനും ഒന്ന് സ്തബ്ധനായി. ഇതെവിടെ തുടങ്ങും, എവിടെ എത്തിക്കും? പക്ഷേ ഞാൻ ആ രക്ഷിതാവിന് ഡയറക്ഷൻ കൊടുത്തു. എൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തു. ഞാൻ ഡയറക്ഷൻ കൊടുത്തു. 3ാമത്തെയോ 4ാമത്തെയോ ആഴ്ചയായപ്പോ അവർ എന്നോടൊരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് സ്ഥിരമായി മദ്യപാനി, മകനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടിത്തെറി മാത്രം. ഈ മകനുമായി ഒത്ത് എങ്ങനെ പോകും, ഈ ഫാമിലിയുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ജീവിതമായിരുന്നു. പക്ഷേ അവിടെ വന്നതിന് ശേഷം ദിവസങ്ങൾക്കകം എൻ്റെ മകനിൽ മാറ്റം വന്നു. എൻ്റെ മകൻ പഠിക്കാൻ തുടങ്ങി, എന്നോട് ശാന്തമായി സംസാരിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ അവൻ മോഡൽ എക്സാമിന്റെ സമയമായപ്പോൾ കൃത്യമായി എല്ലാം പഠിക്കുന്നു. ഇന്നൊരു സംഭവം ഉണ്ടായി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. എന്താ കാരണം?
സ്കൂളിലേക്ക് നേരത്തെ പോയ മോൻ, അവൻ ടീച്ചർ എത്തുന്നതിന്റെയും സമയങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ക്ലാസ്സിലെത്തുന്നു. ക്ലാസ്സിൽ ടീച്ചർ എത്താത്തത് കൊണ്ട് യൂറിനൈസ് ചെയ്യാൻ വേണ്ടി പുറത്തു പോകുന്നു. മൂത്രയിക്കാൻ വേണ്ടി പുറത്തുപോയ കുട്ടി തിരിച്ചു വരുമ്പോ ടീച്ചർ ക്ലാസ് റൂമിലുണ്ട്. ഇവൻ കവാടത്തിലെത്തിയപ്പോ, വാതിൽക്കലെത്തിയപ്പോ മറ്റൊരു കുട്ടി കൂടി ഒന്നിച്ചു വന്നു. ടീച്ചറുടെ ദൃഷ്ടിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരികയാണ്. ഇപ്പൊ ഈ ടീച്ചർ ഇവനെ പുറത്താക്കുന്നു, രണ്ടുപേരെയും പുറത്താക്കുന്നു. പുറത്താക്കിയെന്ന് മാത്രമല്ല, ഹെഡ് മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു, ഇവരെ ഒരു കാരണവശാലും ക്ലാസ്സിലേക്ക് അയക്കാൻ പാടില്ല. ഹെഡ് മാസ്റ്റർക്ക് നേരത്തെ തന്നെ ഇവന്റെ കഥ അറിയാവുന്നത് കൊണ്ട് കാല അടിസ്ഥാനത്തിൽ തന്നെ പുറത്താക്കുകയും ചെയ്തു. ഈ മാതാവിനെ വിളിച്ചിട്ട് ഹെഡ് മാസ്റ്റർ പറയുന്നു, ഇനി സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല. ഈ മാതാവ് എന്നോട് ചോദിക്കുന്നത്, ഇവൻ വീട്ടിൽ വന്നതിന് ശേഷം ചോദിക്കുന്നത്, നമ്മളെ നന്നാകാൻ ആരും സമ്മതിക്കുകയില്ലേ എന്നാണ്. കാരണം ഇത്രയും ദിവസം പഠനത്തിൽ സജീവമാവുകയും അനാവശ്യമായ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും ഇന്ന് പോലും ക്ലാസ്സിൽ നേരത്തെ എത്തുകയും യൂറിനൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രാഥമിക ആവശ്യത്തിനു വേണ്ടി മാത്രം ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്ത സമയത്ത് പുറത്തു പോയതിന്റെ പേരിൽ കുട്ടി പുറത്താക്കപ്പെടുന്നു. ഈ മാതാവ് പറയുന്നത്, നേരത്തെ ആയിരുന്നെങ്കിൽ അവൻ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് അവൻ എന്നെ സമീപിക്കുകയില്ല, അവൻ സ്വയം ഡീൽ ചെയ്യും. അവൻ അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇന്നവൻ ശാന്തനാണ്, അവൻ ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ എന്തു പറയണം? ഞാൻ അദ്ദേഹത്തോട് വീണ്ടും അദ്ദേഹത്തിന് ഫോളോ അപ്പ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിഞ്ഞു. ഹെഡ് മാസ്റ്റർ വിളിച്ചു കുട്ടിയെ തിരിച്ചെടുക്കാൻ. ചെന്നപ്പോ ഇവനൊന്നും അറിയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ, പഠിക്കണമെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിച്ച എല്ലാറ്റിനും ഇവൻ ആൻസർ പറഞ്ഞു. ഈ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, ഇവൻ എപ്പോഴാ പഠിക്കാൻ തുടങ്ങിയത്? ഉണ്ടായ സംഭവങ്ങളൊക്കെ മാതാവ് ഈ ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചു. ഈ 3 സാമ്പിൾ ഞാൻ മുന്നിൽ വെച്ചത് എന്തിനാണെന്നറിയോ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നും അതിനൊരു പരിഹാരമാർഗം ഉണ്ടായിരുന്നു എന്നും നമ്മുടെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 സംഭവം മുന്നിൽ വെച്ച് സംസാരിക്കുന്നത്. ഈ 3 ഒരു സാമ്പിൾ മാത്രമാണ്. ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസുകളുടെ കൂട്ടത്തിലെ ചെറിയ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥി എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയ ഏതൊരു മനുഷ്യക്കുഞ്ഞും നന്മയുള്ളവരാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞിന്റെയും ആഗ്രഹം നന്നാവാനാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞിന്റെയും ആഗ്രഹം പഠിച്ചു ഉന്നതങ്ങളിലെത്താനാണ്. ഒരു കുട്ടിക്ക് അങ്ങനെ ആഗ്രഹം വരാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് നാം മുതിർന്നവരുടെ സൃഷ്ടിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാണ്. ജസ്റ്റ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ബ്ലെയിമിംഗ് ആയിട്ട് കേൾക്കരുത്, ഒരു സാധ്യതയായിട്ട് മാത്രം കേൾക്കണമെന്ന റിക്വസ്റ്റോട് കൂടെയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ നാട് ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി, ഇപ്പോഴുള്ള സാമൂഹിക സ്ഥിതി തുടരാനുള്ള കാരണം വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതിന് കഴിയുന്നവരാണ് നാം. നമ്മുടെ ഒന്നിച്ചുള്ള ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ നാളെ എന്നത് ഒരു സൗരഭ്യമുള്ള, വിശാല സാധ്യതകളുള്ള ഉയർന്ന ഒരു തലങ്ങളിലേക്ക് വരും എന്നത് വലിയൊരു സത്യമാണ്. 13 വയസ്സുകാരനെ മാദിനിന്റെ മീഡിയ അടക്കം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അഭിനന്ദിച്ചത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2ാം ക്ലാസ് മാത്രം പ്രാഥമിക ദൈനംദിന സ്വഭാവത്തോടുകൂടെ സ്കൂൾ നേടിയിരുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി നേടിയ നേട്ടവും ആ നേട്ടം നേടാൻ സഞ്ചരിച്ച സഞ്ചാര പദങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സത്യമാണ്, ഏതൊരു വിദ്യാർത്ഥിയിലും ഇങ്ങനെ ഒരു അന്തർധാരയുണ്ട്. ഈ അന്തർധാര സജീവമാക്കാൻ മുൻധാരണയില്ലാതെ എവ്രിവൺ ഈസ് യുണീക്ക്. ഓരോ കുട്ടിയും അജീബാണ്, അത്ഭുതകരമായ സിദ്ധികളുള്ളവരാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു 19 വയസ്സുകാരൻ വന്നു. 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞവനാണ് അവൻ.
ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. ആ കുട്ടി പറയുന്നത് വികൃതമായ തലമുടിയും വികൃതമായ ഒരുതരം അലസമായ ഡ്രസ്സും അതുപോലുള്ള ഒരു മുഖഭാവവുമാണ് ആ കുട്ടിയുടേത്. ആ കുട്ടിയോട് സംസാരിച്ചപ്പോ കുട്ടിയും പാരന്റും കാര്യമായി പറഞ്ഞ വിഷയം SSLC എഴുതിയിരിക്കുന്നത് സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ്. +1 +2 എഴുതിയതും സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ്. പ്രാഥമികമായ ഏതാനും ക്ലാസ്സുകൾ മാത്രമേ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. പ്രധാനപ്പെട്ട പല ക്ലാസ്സുകളും കുട്ടിക്ക് നേടാൻ പറ്റിയിട്ടില്ല. കുട്ടി സംസാരിച്ച 10 മിനിറ്റ് സംസാരത്തിനിടയിൽ എന്റെ അനുഭവങ്ങളുടെ പിൻബലത്തിൽ ഞാൻ വായിച്ച ഒരു വരികൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ വിദ്യാഭ്യാസദാതാക്കളുടെ അപര്യാപ്തതയാണ്. ആ അപര്യാപ്തത ഓർക്കുമ്പോൾ നീറുന്ന ഒരു മനസ്സ് മനുഷ്യൻ എന്ന നിലയിൽ നാം അനുഭവിക്കാൻ നിർബന്ധിതരാകുന്നു. ഇങ്ങനെയുള്ള അനേകം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരങ്ങനെയാകുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ്. ആ കാഴ്ചപ്പാടാണ് ഞാൻ ആദ്യം സ്ഥാപിച്ചത്. വിദ്യാർത്ഥിക്ക് നമ്മുടെ ക്യാമ്പസിൽ വന്നാൽ ആ വിദ്യാർത്ഥിക്ക് സന്തോഷപൂർവ്വം വിദ്യാഭ്യാസം നൽകുക എന്ന ഒരു കൺസെപ്റ്റ് അത് സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് അധ്യായങ്ങൾ ഒന്നൊന്നായി ഓപ്പൺ ആകുന്നത് കാണാം. പകരം വിദ്യാഭ്യാസം എന്നത് കഠിനമായ ഒരു പ്രക്രിയയാണ് എന്നും അത് കഴിവും പ്രാപ്തിയുള്ള ചിലർക്ക് പറഞ്ഞതാണ് എന്നും ചിലരൊക്കെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ പുറത്തു പോകാനുള്ളവരാണ് എന്നും നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭീകരമായ ചില അധ്യായങ്ങൾ ഇതുപോലെ തുറക്കപ്പെടുന്നു. ഇന്നലെ ഞാനൊരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവിടുത്തെ പ്രധാന അധ്യാപകന് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പഠിപ്പിക്കാൻ തുടങ്ങിയ അധ്യാപകനാണ്. സ്വാഭാവികമായും ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യം എന്താ അറിയോ? ഏത് ക്ലാസ്സിൽ ഒരു 5% വിദ്യാർത്ഥികൾ ഉണ്ടാകും. നിങ്ങൾ പറയാൻ പോകുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ബാക്കിയുള്ള 95% ഓൾസോ നമുക്ക് കഴിയും. അദ്ദേഹം മികവുറ്റ അധ്യാപകനായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഈ 5% നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ അതൊന്ന് പറയണേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപസ്വരമുള്ള ചോദ്യം. അദ്ദേഹം ചോദിച്ചത് ഏത് ക്ലാസ്സിലുണ്ടാവും ഒരു പ്രശ്നക്കാരായ ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 5%, ഈ 5% എന്ത് ചെയ്യാം എന്നതിന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു ഉത്തരമുണ്ട്. ഇത് മനസ്സിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അറിയാവുന്ന വലുപ്പത്തിന്റെ മാക്സിമം വലുപ്പത്തിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ചിന്താധാരയാണ്. അതെന്താണെന്നറിയോ? ലോകത്തറിയപ്പെട്ട സയന്റിസ്റ്റുകൾ, ലോകത്തറിയപ്പെട്ട മതനേതാക്കൾ, ലോകത്തറിയപ്പെട്ട സാമൂഹിക വിപ്ലവങ്ങൾ തീർത്ത വിപ്ലവ നായകന്മാർ, ലോകത്തറിയപ്പെട്ട പ്രഭാഷകർ, രാജാക്കന്മാർ, ഇവരിലെ 80% ഈ പറയപ്പെട്ട 5%. ഇവരെ ഇന്ന് കൊഞ്ഞനം കുത്തിയാൽ നാളെ അവരാരോഗ്യമുള്ളവരാവുകയും നാം ശുഷ്കിക്കുകയും ചെയ്യുന്നൊരു ദിവസമുണ്ട്. അവരുടെ മുമ്പിൽ നാം തിരിച്ചു കൊഞ്ഞനം കുത്തപ്പെടും. അങ്ങനെ ആകാതിരിക്കാൻ നാം ഈ 5% അവഗണിക്കാതിരിക്കുകയും അവരിലെ സാധ്യതകൾ കാണാൻ തയ്യാറാവുകയും ചെയ്താൽ അവർ ഉന്നതരാകുന്നത് പലപ്പോഴും നമുക്ക് കാണാം. ഇതാണ് എനിക്ക് എൻ്റെ ബഹുമാന്യരായ അധ്യാപകരുടെ മുമ്പിൽ വളരെയേറെ ആദരവോടെയും അതിലേറെ സ്നേഹത്തോടുകൂടെയും കാഴ്ചവെക്കാനുള്ള ചെറിയൊരു ചിന്താധാര. ഇനി നിങ്ങളുടെ ഇന്ററാക്ഷനുകളാണ് എൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സമൃദ്ധമായ മുന്നോട്ടു പോക്ക്. ഇതിൽ ഏകപക്ഷീയമായി ഞാനൊരു പ്രഭാഷണം നടത്തുന്നത് അത്ര വലിയ ഔചിത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ദീർഘകാലം പ്രഭാഷണം നടത്തി പരിചയമുള്ള ഒരാളും അതോടൊപ്പം പ്രഭാഷണം എൻ്റെ ഒരു ഇഷ്ടവിനോദവും എൻ്റെ ഒരു പാഷന് കൂടിയാണ്. അപ്പൊ എനിക്ക് ഈ നൃത്തത്തിൽ ഒരു പക്ഷേ 5-6 മണിക്കൂർ ഒരേ സമയം പ്രഭാഷണം നടത്തുക എന്നത് എനിക്ക് കഴിയുമെന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് നമുക്ക് കിട്ടുന്ന വിഭവം കുറയാൻ കാരണമാകുമോ എന്നത് എൻ്റെ ഒരു ആശങ്ക കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ സദസ്സിന്റെ കടിഞ്ഞാൺ
അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ചുമതല അത് ബഹുമാന്യരായ നിങ്ങളെ ഏൽപ്പിച്ചു. ഇനി ഞാൻ വീണ്ടും നിങ്ങളുടെ ഇന്ററാക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, നിങ്ങൾ ചോദിക്കാതിരിക്കുമ്പോൾ മാത്രം അങ്ങനെ പോകും. അതിൽ വല്ലതും ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുകയോ, അത് ആർക്കും ഇവിടെ നിന്ന് അവിടം വരെയുള്ള ഈ സദസ്സിലെ ഏതൊരാൾക്കും നിങ്ങൾക്ക് വളരെ സ്വതന്ത്രമായി നിങ്ങളുടേതായ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടപെടാം. ബഹുമാനപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാം. ഇനി നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥാപനം എന്നതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോകുന്ന സമയത്ത് കേവലം ഒരു സ്റ്റുഡന്റ് ആകരുത് ഒരു അധ്യാപകന്റെ മുന്നിലെ വാൾ. മറിച്ച് ആ കുട്ടിയുടെ ബാക്കപ്പ് കൂടി അറിഞ്ഞുകൊണ്ട് ടീച്ച് ചെയ്യാൻ ഒരു ടീച്ചർക്ക് സാധിക്കണം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചെറിയ ആശങ്കകൾ ഉണ്ടാവും. നിങ്ങൾ ഏത് ആശങ്കകളും നിങ്ങൾക്ക് തുറന്ന് സംവദിക്കാം. ഞാൻ ഈ സംസാരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ഒരു കരിക്കുലം സംവിധാനം ബാക്കപ്പ് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേസമയം നിലവിലെ നാം സംവദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, നാം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പ്ലാറ്റ്ഫോമിൽ അത് നടപ്പിലാക്കാനുള്ള സാധ്യത കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പറയപ്പെട്ട ലോകോത്തര നിലവാരമുള്ള പഠന സംവിധാനം നമുക്ക് സാധ്യമാണ്. നിലവിൽ റൈറ്റ് നൗ, ഈ സമയം ഈ ഇടത്തിൽ നമുക്കത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. ഒരു കുട്ടി, ആ കുട്ടിയെക്കുറിച്ച് ഒരു ടീച്ചർക്ക് കൃത്യമായി ധാരണ ഉണ്ടാകണം. ഈ കുട്ടി ഏത് വീട്ടുകാരനാണ്, കുട്ടിയുടെ പാരൻസ് ഏത് തലത്തിലുള്ളവരാണ്, ഈ കുട്ടിയുടെ സാധ്യതകൾ എന്താണ് എന്നത് ആ രൂപത്തിൽ നമുക്ക് കയ്യിലുണ്ടാകണം. ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, നിലവിലെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ നമ്മൾ പഠിപ്പിക്കുന്ന പൊസിഷനിൽ തന്നെ ഞാൻ ഈ പറയപ്പെട്ട സംഗതികൾ സാധ്യമാണ് എന്നത് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ തന്നെ അത് നമുക്ക് സാധ്യമാണ് എന്ന് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തത് പാരൻസിന് വേണ്ടി പലപ്പോഴും നമ്മൾ നടത്താറുള്ളത് പാരൻസ് മീറ്റാണ്. പാരൻസ് മീറ്റിൽ എന്താണ് നടക്കാറുള്ളത്? സ്വാഭാവികമായും നമ്മുടെ കുട്ടികളെ പറ്റി നാം പറയും. കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധ കുറവുണ്ട് ഇവന്. ആരാ പറയുന്നത്? ടീച്ചർ പറയുന്നു. ആരോടാ പറയുന്നത്? രക്ഷിതാവിനോടാ പറയുന്നത്. എന്താ പറയുന്നത്? ഇവന് ക്ലാസ്സിൽ ശ്രദ്ധ കുറവാണ്. ഇവിടെ പറയുന്നു എന്നല്ലേ, പലപ്പോഴായിട്ട് നടക്കാറുള്ളതാണ്. വീട്ടിലിരിക്കുന്ന രക്ഷിതാവ് ക്ലാസ് റൂമിലിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധയുള്ളവനാക്കണം. ഇതിന് രക്ഷിതാവിന് എവിടെയാണ് ഇടമുള്ളത്? ഇത് പറയുക എന്നത് ഒരു അധ്യാപകൻ ചെയ്യാവുന്നതാണോ? ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ രക്ഷിതാവിന് വല്ല വഴിയുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, പലപ്പോഴും നമ്മൾ പാരന്റ്സ് മീറ്റിംഗിൽ പറയുന്ന ഒന്നാണ്. പാരന്റ്സ് മീറ്റിംഗ് നടക്കൽ തന്നെ എപ്പോഴാണ്? പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ പരീക്ഷാ സംവിധാനം എന്നതിലെ ട്രഡീഷണൽ സ്റ്റൈൽ മാറ്റേണ്ടിയിരിക്കുന്നു. ട്രഡീഷണൽ സ്റ്റൈൽ എന്താ? 3 മാസമോ 4 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ടാണ്, പഠനം നടന്നിട്ടാണ് ഒരു എക്സാം നടക്കുന്നത്. ഈ എക്സാം നടന്നതിന് ശേഷമുള്ള കുട്ടിയുടെ സ്റ്റാറ്റസ് ആണ്, നിലവാരമാണ് നാം പരീക്ഷയിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ പരീക്ഷയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുള്ളൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇതിലെ പോരായ്മ നാം അധ്യാപകർ രക്ഷിതാക്കളോട് പറയുന്നു എന്ന ഈ ആകാശത്തിന് ചുവട്ടിലെ വളരെ അറുവഷളൻ വിരോധാഭാസമാണിത്. ഒന്ന്, നമ്മുടെ ഡ്യൂട്ടിയിൽ നാം പരാജയപ്പെട്ടു എന്നാണ് പറയുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു കുട്ടിക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് 6 മാസവും 3 മാസവും 4 മാസവും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നോ
അധ്യാപകർ തിരിച്ചറിയേണ്ടിയിരുന്നത്? പാരന്റിങ് എന്നതിൽ ഇത്തരം ഒരു രക്ഷിതാവിന് കുട്ടിയെക്കുറിച്ചുള്ള ബ്ലെയിമിങ്, രക്ഷിതാവിനെ ബ്ലെയിമിങ് ചെയ്യാൻ യാതൊരു ഇടവും ഇല്ല എന്നതാണ് സത്യം. എന്നാൽ ഇതിന് മറുവശത്ത് നടക്കേണ്ടത് പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട എലമെന്റ് പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണ്. എന്താണ് പാരന്റൽ ഇൻവോൾവ്മെന്റ്? എവറി വീക്ക്ലി, ഓരോ ആഴ്ചയിലും നാം നമ്മുടെ കുട്ടികളെ അസസ് ചെയ്യുന്നു. അസസ് ചെയ്യുക എന്നത് ഭാരമാണെന്ന് സ്വാഭാവികമായും തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ക്ലാസ്സിൽ 30 35 വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സ്ഥാപനത്തിൽ 40 45 വരെ സാധ്യതയുള്ള സ്ഥാപനത്തിൽ എങ്ങനെയാണ് കുട്ടിയെ അസസ് ചെയ്യുക? ഞാൻ പറയണോ? റൂട്ട് പറയാം. ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുന്നു. ആ നോട്ട്ബുക്കിൽ ഓരോ പേജും ഓരോ കുട്ടിക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നു. ഈ കുട്ടി സ്ഥാപനത്തിൽ വന്നാൽ പുലർത്തേണ്ടിയിരുന്ന മികവ് നാം ഏരിയ തിരിക്കുന്നു. അഥവാ സബ്ജക്റ്റ് വൈസ്ഡ് ആകാം, അതുപോലെ കുട്ടിയുടെ സ്കിൽ ബേസ്ഡ് ആകാം. ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പഠനം, സ്വഭാവം, വൃത്തി, പങ്ക്ച്വാലിറ്റി തുടങ്ങിയ വ്യത്യസ്തമായ ഏരിയയിൽ കുട്ടിയെ കാറ്റഗറൈസ് ചെയ്യാം. കുട്ടിയെ വിലയിരുത്തുന്ന ഏരിയകൾ കാറ്റഗറൈസ് ചെയ്യാം. ഈ കുട്ടിയുടെ പേജില് ഈ പറയപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു. മെൻഷൻ ചെയ്ത സ്ഥാനത്ത് അതിന് നേരെ ഒരു 10 ദിവസത്തെ അടിസ്ഥാനമാക്കി നാം കുട്ടിയുടെ നിലവാരം രേഖപ്പെടുത്തുന്നു. A, B, C ഇതിലേത് കാറ്റഗറിയിലാണ് കുട്ടി എന്നത് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു കുട്ടിയുടേത് രേഖപ്പെടുത്താൻ നമുക്ക് എത്ര സെക്കൻഡ് വേണ്ടി വരും? ഒരു 5 6 7 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് രേഖപ്പെടുത്താം. ബ്രേക്ക് ചെയ്യണോ നമ്മള്? ഇങ്ങനെ ഒരു ദിവസം ഒരു 5 കുട്ടിയെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ലേ? ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയില്ലേ? 5 മിനിറ്റ് കൊണ്ട് ഒരു 5 കുട്ടിയെ ഒരു ദിവസം രേഖപ്പെടുത്തിയാൽ 10 ദിവസത്തിനിടയിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും അസസ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. ഒരു ദിവസം 5 മിനിറ്റെങ്കിലും ഈ ഒരു പ്രക്രിയക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിലെ മർമ്മം. ഇങ്ങനെയാണെങ്കിൽ കുട്ടിയെ അസസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓരോ 10 ദിവസത്തിനിടയിലും നമ്മുടെ കുട്ടിയുടെ ഗ്രാഫ് അത് രക്ഷിതാവിന് സെൻഡ് ചെയ്യാൻ നമുക്ക് എത്ര സെക്കൻഡുകൾ വേണ്ടി വരും? ഇവിടെ കുട്ടിയുടെ ന്യൂനത അറിയിക്കുന്നതിന് പകരം ന്യൂനതകൾ നാം ഗ്രൂപ്പായി ചേർന്ന് പരിഹാരങ്ങൾ കണ്ട്, ഓരോ വകുപ്പിലും ഹെഡുകൾ ഉണ്ടാകും. വകുപ്പടിസ്ഥാനത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരു ദിവസം ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 3 ദിവസം കൂടുമ്പോൾ ഒരു 15 മിനിറ്റ് ഒന്നിച്ചിരുന്ന് ചെറിയ ഒരു ഡിസ്കഷൻ. ആ ഡിസ്കഷനിൽ പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന ഇന്ററപ്ഷനുകൾ, പ്രധാനപ്പെട്ട ഈ ഒബ്സ്റ്റാക്കിളുകൾ, പ്രധാനപ്പെട്ട ഒബ്സ്റ്റാക്കിൾ എന്താണ് എന്നത് ചർച്ചക്ക് കൊണ്ടുവരുന്നു. അതിന്റെ പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നു. പരിഹാരങ്ങൾ ലഭ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി സുപ്രീം ലെവലിലുള്ള നമ്മുടെ ഹെഡുമാരെ കണക്ട് ചെയ്യുന്നു. എന്നിട്ടും അതിന് ഒരു സൊല്യൂഷൻ കാണുന്നില്ലെങ്കിൽ അതിന്റെ അപ്ലൈനിലേക്ക് പോകുന്നു. അങ്ങനെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഒരു ദിവസം ഒരു 5 മിനിറ്റിന്റെയും 10 മിനിറ്റിന്റെയും ഇടയിലുള്ള സമയം ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ കൃത്യമായി കുട്ടിയെ അസസ് ചെയ്യാൻ സാധിക്കും. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പാരന്റ്സിന് കൈമാറാൻ പറ്റും. പാരന്റ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാരന്റിനെയും, 40 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാ പാരന്റിനെയും ഗുരുതരമായ രീതിയിലുള്ള വിഷയങ്ങൾ അറിയിക്കാൻ കാണില്ല. നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് എന്തേ അറിയിക്കാനുണ്ടാവുള്ളൂ? ഹീസ് ഗുഡ്, ഇത്രയേ അറിയിക്കാനുണ്ടാവുള്ളൂ. പക്ഷേ ഈ കുട്ടിയുടെ പുസ്തകത്തിൽ സ്പെഷ്യാലിറ്റികളെല്ലാം നമ്മൾ രേഖപ്പെടുത്തണം. ഇന്നലെ ദിവസം കുട്ടിക്ക് തലവേദനയായി 4 പീരീഡ് കുട്ടി കിടന്നിരിക്കുകയാണ്. അത് ഈ പുസ്തകത്തിൽ വരണം. ഇന്നലെ ദിവസം ആ കുട്ടി സ്കൂളിലേ വന്നിട്ടില്ല, അത് ആ പുസ്തകത്തിൽ വരണം.
ഇതിന് നാം സ്വീകരിച്ച പരിഹാര പ്രക്രിയ എന്തോ അതും അതിൽ വരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നടപടിക്രിയകളെല്ലാം വരേണ്ടത് സ്റ്റാൻഡേർഡ് മോഡിലാണ്, കൂടുതൽ നിലവാരമുള്ള രീതിയിലാണ്. ഞാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു ന്യൂനതയുണ്ട്. എന്താ ന്യൂനത? വീട്ടിൽ വെച്ച് കുട്ടി പുസ്തകം തുറക്കുന്നില്ല, വീട്ടിൽ വെച്ച് കുട്ടി ഒട്ടും പഠിക്കുന്നില്ല.